അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടായി, അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. പിന്നീട് അടുത്തത്, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. എത്ര പേരുണ്ടാ ഓഡിറ്റോറിയത്തിനകത്ത്? 120 പേരുണ്ട്. അപ്പൊ 120 തീനാളങ്ങൾ ഇറങ്ങി വന്നു. ആ തീനാളങ്ങളുടെ ഷേപ്പ് നാവിന്റെ ഷേപ്പ്, ടങ്സ് ഓഫ് ഫയർ, നാവിന്റെ ഷേപ്പുള്ള തീനാളം ഇറങ്ങി വന്നു. അത് വന്നത് എങ്ങനെയാണ്? പൊതുവായിട്ട് ഒരൊറ്റ തീ ഇറങ്ങി വന്നതല്ല, ഓരോരുത്തരുടെ മേലും തീ ഇറങ്ങി വന്നു. അതായത് ഇതൊരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ്, ഇതൊരു വ്യക്തിപരമായ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തരുടെ മേലും ഈ ആത്മശക്തി ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ ഈ ആത്മശക്തി ഇറങ്ങി വന്നിട്ട് ആത്മാവ് നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം എങ്ങനെയാണ്? ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ഈ ആത്മശക്തി നിറഞ്ഞപ്പോൾ അത് താങ്ങി നിർത്താൻ പറ്റാത്തത് കൊണ്ട്, വചനമില്ലേ, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയം നിറഞ്ഞപ്പോൾ, അകം നിറഞ്ഞപ്പോൾ അത് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നത് ഏത് അവയവത്തിലൂടാണ്? നാവിലൂടാണ്. ഏത് ഷേപ്പിലാണ് ഇത് വന്നത്? നാവിലാണ്. അതെ, നാവിന്റെ രൂപത്തിലാണ് വന്നത്. അവരിൽ ആത്മാവ് നിറഞ്ഞെന്ന് മാലോകരറിഞ്ഞത് നാവിലൂടാണ്. ആണല്ലോ, നാവിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്ന ഇതാണ്, നമ്മൾ ഈ നാവിനെ ഈ അഭിഷേകവുമായി ബന്ധപ്പെട്ട് ഗൗരവമായിട്ട് എടുക്കണം. ഈ നാവിനെ ശ്രദ്ധിക്കണം. നാവിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ നാവ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നിട്ട് ദൈവാത്മാവ് നിറയാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം, ആത്മശക്തി യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനന്തയോഗ്യതയാൽ നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ തയ്യാറാക്കി ദൈവം വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ മേലും ആത്മാവിൻ്റെ ശക്തി അളവില്ലാതെ, അളവ് കൂടാതെ തരാൻ ദൈവം സ്റ്റോർ ചെയ്ത് കർത്താവ് അത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശക്തി നമ്മളിലേക്ക് നിറയാൻ നമ്മൾ ആഗ്രഹിക്കുക മാത്രമല്ല, അത് നിറയും എന്ന് വിശ്വസിക്കുക കൂടെ ചെയ്യണം. എന്നിട്ട് അത് ഏറ്റെടുക്കണം.